പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കൊണ്ടൊരു ഫ്രൈഡ് റൈസ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ചോറും കഞ്ഞിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇട സമയത്തൊക്കെ നമുക്കൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊരു എളുപ്പ വഴിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചുവട് കട്ടിയുള്ള പാത്രം കേട്ടോ, ഉരുളിയോ കുക്കറോ ഏതായാലും മതി, ചരുവാലും മതി. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് ആദ്യം നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഇത് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് ആ ഓയിൽ തന്നെ, ആ നെയ്യിൽ തന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു കഷ്ണം ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുക്കിംഗ് ഓയിൽ തന്നെ ഒഴിക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. അതൊന്ന് ചെറിയ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ അതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റുക കേട്ടോ. എല്ലാം ചെറിയ ഫ്ലെയിമിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വഴന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ക്യാരറ്റ് നുറുക്കിയത്, ഒരു 8-10 ബീൻസ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞത്. ഇപ്പം വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മതി കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ചേർക്കും കേട്ടോ. ക്യാബേജോ കോളിഫ്ലവറോ സ്പ്രിംഗ് ഓണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പച്ചക്കറി കൊണ്ട് ഇതിനോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പച്ചക്കറി ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് നമ്മൾ പച്ചക്കറി ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാടൊന്ന് വെന്ത് പോകരുത് കേട്ടോ. പച്ചക്കറിയൊക്കെ ഫ്രൈഡ് റൈസിനൊക്കെ ഒരു 60% ഒക്കെ ഒന്ന് വേവാകും കേട്ടോ. പിന്നെ അതിലേക്ക് 3-4 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടോ. പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞതിൻ്റെ കാരണം നമ്മൾ വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ കടിച്ചിട്ട് പിന്നെ എരിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടോ. നമ്മൾ ചോറ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കും, ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കേട്ടോ, ഞാൻ ഇടികല്ലിലൊന്ന് പൊടിച്ചതാണ്. കുരുമുളക് മസ്റ്റ് കേട്ടോ, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ചോറ് ഞാനൊരു 3 ഗ്ലാസ് അരി കേട്ടോ, അത് അതിലേക്ക് 2 ഏലക്ക, 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് ആയിരുന്നു. അതൊന്ന് ഒരു 75% വെന്താൽ മതി കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ, ചോറ് വേവിക്കുന്നത്. അതും കൂടെ അതിലേക്കൊന്ന് ചേർത്തൊന്ന് ഇട്ട് കൊടുക്കണം. ചോറൊന്നും ഒരുപാടൊന്നും വെന്തൊന്നും പോരുത് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, പിന്നെ കുറച്ച് മല്ലിയില പുതിനയില എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഇളക്കിയൊന്നും ഉടഞ്ഞു പോകരുത്, ഇങ്ങനെ സൈഡിലായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു മരത്തവി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫ്രൈഡ് റൈസ് തയ്യാറായി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറി ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ പപ്പടവും അച്ചാറൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.